സ്നാനത്തെക്കുറിച്ചുള്ള അനേകം വാക്യങ്ങളുണ്ട്. എന്നാൽ ദൈവം നമുക്കൊരു കൽപ്പനയായിട്ട് തന്നിരിക്കുന്ന വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-20. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്ടാക്കിക്കൊള്ളും. അപ്പൊ ആദ്യം എന്താണ്? പുറപ്പെടുക, അല്ലെ? വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യുക? അവരെ ഉപദേശിക്കുക. എന്തുപദേശിക്കുക? കർത്താവ് എന്തെല്ലാം അനുസരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ച് ഉപദേശിക്കുക. അങ്ങനെ സകല ജാതികളും കർത്താവിന്റെ ശിഷ്യരാക്കിക്കൊള്ളുക. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ അതോറിറ്റിയോട് കൂടി നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് തന്നെ ലോകത്തിലെമ്പാടും സുവിശേഷം പറയുവാനും സ്നാനപ്പെടുത്തുവാനും, അല്ലെ, അവരെല്ലാം കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളിൽ വളർത്തുവാനും പഠിപ്പിക്കുവാനും വേണ്ടിയാണ്. അതാണ് സഭയുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സ്നാനം എങ്ങനെയാണ് നടത്താനുള്ള ഒരു പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. പലതരത്തിലാണ് ലോകത്തില് ഈ സ്നാനം എന്ന വിഷയമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ പല സഭകളിലും പല രീതിയിലാണ് ഇത് ചെയ്തു പോരുന്നത്. ഞാൻ രാവിലെ കർത്തൃമേശയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ചില ചർച്ചകളിലേക്ക് ഇതൊരു കൂദാശയായിട്ടാണ്. കൂദാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രക്ഷയ്ക്കായിട്ട് ഉള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അവർ സ്നാനത്തെ കാണുന്നത്. അതായത് രക്ഷയ്ക്ക് വേണ്ട ഒരു കർമ്മമായിട്ടാണ്. അപ്പൊ ഒരു കൊച്ചു ഉണ്ടായി കഴിഞ്ഞാൽ ആ കൊച്ച് ആ സ്നാനപ്പെടുമ്പോൾ അവൻ സ്നാനപ്പെടല്ല, ആ ചെറുപ്പത്തിൽ എന്താണ് പറയുന്നത്, മാമോദിസ മുങ്ങുമ്പോൾ ആ കൊച്ചിനൊരു റീജനറേഷൻ സംഭവിക്കുന്നു എന്നാണ് ശരിക്കും നമ്മൾ രാവിലെ പറഞ്ഞത്. ഈ വസ്തുമാറ്റ സിദ്ധാന്തം പോലൊരു സിദ്ധാന്തം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൊച്ചിന്റെ മേലിൽ ബാപ്റ്റിസ്മൽ വെള്ളം വീഴുമ്പോൾ ആ കൊച്ചു പുതിയ സൃഷ്ടിയായി മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്കറിയാം വീണ്ടും ജന്മം പറഞ്ഞ ആത്മാവിനാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ടും നമുക്ക് ഒരാളെയും വീണ്ടും ജനിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം വേദോസ്തയിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, വിശ്വാസത്താൽ എന്തെങ്കിലും സംഭവിക്കുന്നത്, രക്ഷ സംഭവിക്കുന്നത് വീണ്ടും ജന്മത്തിൽ നിന്നാണ് ഈ വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നത് തന്നെ. അപ്പൊ റീജനറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ആത്മാവിനാൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്, വെള്ളത്താൽ നടക്കുന്ന ഒരു പ്രക്രിയ അല്ല. ഓക്കെ, അപ്പോൾ സ്നാനത്തെ കുറിച്ച് ഇങ്ങനെ പലതരത്തിലുള്ള ടീച്ചിങ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഡ് ഓഫ് ബാപ്റ്റിസം, എങ്ങനെയാണ് നമ്മൾ സ്നാനപ്പെടേണ്ടത് എന്നുള്ളതാണ്. ബാപ്റ്റിസോ എന്നുള്ളത് ഒരു ഗ്രീക്ക് വാക്കാണ്. ബാപ്റ്റിസോ എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മുങ്ങിച്ചാകുന്നത് പോലെ വെള്ളത്തിനകത്ത് മുക്കുക, അതായത് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് ടു പ്ലഞ്ച് ഇൻ ടു വാട്ടർ, നമ്മൾ ചാടി വെള്ളത്തിനകത്തോട്ട് പോകണം. അതിനാണ് ബാപ്റ്റിസോ എന്ന് പറയുന്നത്. ഓക്കെ, ബാപ്റ്റോ എന്നിങ്ങനെയൊക്കെയുള്ള പല വാക്കുകളുണ്ട്. പക്ഷെ ബാപ്റ്റിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, വെള്ളത്തിനകത്ത് മുക്കുക, ഇമ്മേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പഴയ ഗ്രീക്ക് സാഹിത്യത്തിലും ഈ വാക്ക് ബാപ്റ്റിസോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലായിടത്തും. നമുക്കൊരു ഭാഷ എന്ന് പറയുന്നത് ബൈബിളിൽ പെട്ടെന്നുണ്ടായതല്ല, അതിനു മുമ്പ് ആ വാക്ക് പ്രചാരത്തിലുള്ള വാക്ക്. അപ്പൊ നമ്മളൊരു ഗോസ്പൽ ട്രാക്ക് എഴുതുവാണെങ്കിൽ നമ്മൾ മലയാളം ഉപയോഗിക്കുന്നു. മലയാളത്തിലെ വാക്കുകളെല്ലാം ഓൾറെഡി പ്രചാരത്തിലുള്ള വാക്കുകളല്ലേ, അല്ലെ? അപ്പോൾ ഈ വാക്കുകൾ ശരിക്കും എങ്ങനെയാണ്? അത് മുങ്ങുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈബിളിന് വെളിയിലായാലും ബൈബിളിനകത്തായാലും മുങ്ങുക എന്നുള്ളൊരു പരാമർശമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ആളുകൾ സ്നാനപ്പെടുന്നത്, യോഹന്നാൻ സ്നാപകൻ അവരെ സ്നാനപ്പെടുത്തുമ്പോൾ യോർദാൻ നദിയിൽ എന്നാണ് എഴുതി, ഇൻ ദ റിവർ ഓഫ് ജോർദാൻ, അതായത് യോർദാനിലാണ്. അതൊരു കപ്പുമായിട്ട് പോയി തളിക്കുമല്ലായിരുന്നു, എന്ത് എളുപ്പമായിരുന്നു. എങ്ങനെയാണ്? പ്രത്യേകിച്ച് മരുഭൂമിയാണ്. നമ്മുടെ ആ ദേശം മുഴുവൻ അധികം വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പൊ ഈ അപ്പോസ്തലന്മാർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാമായിരുന്നു? ഒരു കുപ്പിക്കകത്തിരി വെള്ളം കൊണ്ടുപോയിട്ട് നമ്മളെല്ലാവരും തളിച്ചേലിച്ച് വിടാമായിരുന്നു. പക്ഷെ അവർ യോർദാൻ നദി വരെ ചെന്ന് അവിടെ ഒരു നദിയുടെ കോണ്ടെക്സ്റ്റ് എന്തിനാണ് അവിടെ അത്രയും വെള്ളമില്ല. അപ്പൊ ദൂരെ ദേശത്തുനിന്ന് ഈ സ്നാനപ്പെടാൻ വേണ്ടി ആളുകൾ വളരെ വളരെ വിദൂരമായ സ്ഥലത്തു നിന്ന് തന്നെ ഇവിടെ വരണം. കാരണം അവിടെയാണ് വെള്ളത്തിൽ മുങ്ങാനുള്ള സൗകര്യം. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം വേണം. തളിക്കാനാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി, അല്ലേ? തളിക്കാൻ നമ്മുടെ വീട്ടിൽ ഒരു കപ്പ് വെള്ളം മതിയല്ലോ. അപ്പോൾ മോഡ് ഓഫ് ബാപ്റ്റിസം, എങ്ങനെ ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതിനെ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്നാണ് മാർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ ശേഷം പറയുന്നത് ഹി കെയിം അപ്പ് ഔട്ട് ഓഫ് വാട്ടർ എന്നാണ്. ഹി കെയിം അപ്പ് ഔട്ട് ഓഫ് വാട്ടർ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അതായത് കെയിം ഔട്ട് ഓഫ് വാട്ടർ എന്ന് പോലും അല്ല. കെയിം ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ആരെയൊപ്പം മുങ്ങിയിട്ട് വേണമെങ്കിൽ കയറി വരാം. പക്ഷെ കെയിം അപ്പ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് നിന്ന് പൂർണ്ണമായിട്ടും മുങ്ങിയ അവസ്ഥയിൽ നിന്ന് കയറി വന്നു എന്നാണ്.
ഓക്കെ, ഹി കെയിം അപ്പ് ഔട്ട് ഓഫ് ദ വാട്ടർ, മർക്കോസ് 1:10. ഓക്കെ, ഔട്ട് ഓഫ് എന്നുള്ളത് ഒരു ഗ്രീക്ക് പ്രിപ്പോസിഷൻ എക്ക് എന്ന് പറയുന്നൊരു വാക്കാണ് ഇവിടെ ഔട്ട് ഓഫ് എന്നുള്ളത്. അതായത് ഒരു സാധനത്തിനകത്തുനിന്ന് വെളിയിലേക്ക് വരുന്നതിന് ഔട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുഞ്ഞു വെളിയിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു ബൈബിൾ വായിച്ചിട്ട് അതിനകത്ത് ഒരു ആശയം നമ്മുടെ ഉള്ളിലേക്ക് വരും. എക്ക്, അതിനകത്തുനിന്ന് വെളിയിലേക്ക് വരും. സംതിങ് ദാറ്റ് വാസ് ഇൻ പ്രഗ്നൻസി, അത് വെളിയിലേക്ക് വരുന്നതിനാണ് നമ്മൾ എക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ വെള്ളത്തിനകത്ത് ഇരിക്കുന്ന ഒന്ന് വെള്ളത്തിന് വെളിയിലോട്ട് വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്ക് എന്നുള്ള പ്രയോഗം പറ്റുള്ളൂ. ഓക്കെ, അത് യോഹന്നാന്റെ സുവിശേഷം 3:23 കാണുന്നത് യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന ഐനോൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വെള്ളമുള്ള സ്ഥലമായിരുന്നു. യോർദാനിൽ നിന്ന് മാത്രമല്ല, അവിടെ കൂടുതൽ വെള്ളമുള്ള സ്ഥലത്താണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നവര് സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇത് വെള്ളമില്ലാത്ത ഒരു മുറിയിൽ നടക്കുന്ന ഒരു പരിപാടിയല്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്ന 8:36 കാണുന്നത്, ഷണ്ണൻ പോകുന്ന വഴിയില് ഷണ്ണനോട് ഫിലിപ്പോസ് സംസാരിക്കുമ്പോൾ അവിടെ വളരെ വെള്ളമുള്ളൊരു സ്ഥലം കണ്ടു. കുറച്ച് they came to some water and the eunuch said, here is water. ഇതാ വെള്ളം ഉണ്ടല്ലോ ഇവിടെ, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്താണ് തടസ്സം? ഓക്കെ, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം കയ്യിലുണ്ട്, കണ്ടെയ്നർ. എന്തായാലും മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഒരു ഗ്ലാസ് കുപ്പിയിൽ കണ്ടെയ്നറിനകത്ത് എന്ത് കാണും? വെള്ളം കാണും. അപ്പൊ ഈ ഷണ്ണൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഈ കണ്ടെയ്നർ എടുത്ത് ഒരു കുപ്പി എടുത്ത് ഫിലിപ്പോസിന്റെ കൊടുത്തിട്ട് എന്നെ ഒന്ന് തളിച്ചേക്കെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഇല്ല, അവിടെ വെള്ളം ഉള്ള ഒരു സ്ഥലത്ത് അവർ നിർത്തേണ്ടി വന്നു. രഥം നിർത്തി. കാരണം ബാപ്റ്റിസം നീഡഡ് വാട്ടർ. എങ്ങനത്തെ വാട്ടർ? അതായത് ഒരാൾക്ക് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ഉള്ള സ്ഥലത്ത് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ തീർച്ചയായിട്ടും രഥത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് വഴിയിൽ മരുഭൂമി പോകുമ്പോൾ കുടിക്കാൻ എന്ത് കരുതിയിട്ടുണ്ടാവും? വെള്ളം കരുതിയിട്ടുണ്ടാവും. പക്ഷെ ഈ വെള്ളം എടുത്ത് കൊടുക്കുകയല്ല ചെയ്തത്, അവർ വെള്ളത്തിൽ ഇറങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് വെൻ ദേ കെയിം ഔട്ട് ഓഫ് ദ വാട്ടർ, വെള്ളത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നപ്പോൾ ഫിലിപ്പോസിനെ ദൈവം പിന്നെ ആത്മാവ് എടുത്തോട്ട് പോയി. ഓക്കെ, അപ്പൊ ഫിലിപ്പിനെ കണ്ടില്ല, ഇവര് തുള്ളിച്ചാടിയ അദ്ദേഹം സന്തോഷിച്ചോട്ട് പോയി. അപ്പോൾ ഇവിടെ ഈ മോഡ് ഓഫ് ബാപ്റ്റിസം നമ്മൾ എവിടെ നോക്കിയാലും, ഇവൻ കൊർണലിയോസിന്റെ സമയത്ത് കൊർണലിയോസ് പറയുന്ന സ്നാനം വിലക്കുവാൻ ആർക്ക് കഴിയും? അത് ഈ വെള്ളത്തിന്റെ മോഡ് അവിടെ വരുന്നില്ല എങ്കിൽ പോലും എവിടെയെല്ലാം സ്നാനം പറഞ്ഞിട്ടുണ്ടോ, പരാമർശമുണ്ടോ, പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ, അവിടെയെല്ലാം വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിയെന്നും കയറിയെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലത്ത് ആയാൽ പോലും ഈ വെള്ളം സംഭരിച്ച് അതിനകത്ത് മുങ്ങേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? അതല്ലാതെ എന്തുകൊണ്ടാണ് സ്നാനം നടക്കാത്തത്? അതിന് കാരണം ഈ സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളോടുള്ള ഒരു സമരസപ്പെടലാണ്. അതാണ് അതിനകത്ത് തിയോളജി എന്ന് പറയുന്നത്. വൈ ഷുഡ് വി ബി ബാപ്റ്റൈസ്ഡ്? നമ്മൾ പലപ്പോഴും കൃപയും വിശ്വാസത്താൽ മാത്രം നമ്മൾ രക്ഷപ്പെടുന്നെന്ന് പറയുമെങ്കിലും അതിന്റെ കൂടെ ഈ ബാപ്റ്റിസം എന്തിനാണ് നിർബന്ധിക്കപ്പെടുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാപ്റ്റിസത്തിനകത്ത് ഞാൻ ശരിക്കും കർത്താവിനോട് പറഞ്ഞ, കർത്താവെ ഞാനും നീയും ഇനി ഒന്നാണ്. ഓക്കെ, അതിനകത്തൊരു സിംബോളിസം ഉണ്ട്. ആ സിംബോളിസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഞാൻ ഏകീഭവിക്കുകയും ഒന്നായി മാറുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ പൗലോസ് പറയുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, സ്നാനപ്പെട്ടവരെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണ്. റോമാലേഖനം 6-ാം 3-4 വാക്യങ്ങൾ. റോമാ 6:3-4. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുമ്പോൾ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഓക്കെ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരെ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നാം അറിയുന്നില്ലയോ? അടുത്ത വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ബറീഡ് വിത്ത് ഹിം. അപ്പൊ വെള്ളത്തിനകത്തോട്ട് എന്നോട് വേറെ പറഞ്ഞ സ്നാനപ്പെടാൻ നേരത്ത് ഈ സ്നാനപ്പെടുത്തുമ്പോ ഇത്തിരി നേരം അവിടെ മുക്കി പിടിച്ചോണ്ട് ഞാൻ ചെന്തിനെന്ന് വെച്ചാൽ ആ മരണം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് ആ മരണം എന്താണ്, കർത്താവിനോട് മരണം ശരിക്കും ഐഡന്റിഫൈ വേണ്ടി. അപ്പം ബറിയൽ എന്ന് പറയുന്നത് ശരിക്കും ഈ മുങ്ങുക എന്ന് പറയുന്ന ആ മുങ്ങി നമ്മുടെ തല കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മണ്ണിലേക്ക് ഒരു ബോഡി വെച്ചിട്ട് എങ്ങനെ അതിനെ കവർ ചെയ്യുന്നു. ഒരു കൈ മൂടിടുന്ന പറ്റുമോ? അപ്പൊ ഫുൾ ബറിയ. അത് ക്രിസ്തുവിനോട് കൂടെ നമ്മൾ അടക്കപ്പെട്ടു. മരിക്കുക മാത്രമല്ല, അടക്കപ്പെട്ടു എന്ന് പറഞ്ഞ എന്തിനാ? എന്താ പ്രത്യേകത? ഇനി എഴുന്നേറ്റ് വരരുത്. അതിനുവേണ്ടിയാണ് ആണോ? അതിനുവേണ്ടിയാണോ എഴുന്നേറ്റ്? അതറിയത്തില്ല. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടക്കിയിട്ട് നമ്മൾ വന്നാലും
നിങ്ങൾ ഒരാളെ മരിച്ചടക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ തന്നെ റോഡിൽ നിന്ന് ചായ കുടിക്കുന്നവരെ നിങ്ങൾ ചെന്ന് തോന്നും. ഇന്ന് വിശ്വാസികളുടെ അവസ്ഥ അതാണ്. ഇവർ മരിച്ചു എന്ന് പറയാം, പക്ഷെ ആരും മരിച്ചു കാണുന്നില്ല. പക്ഷെ ഇത് ശരിക്കും ഒരു ബാപ്റ്റിസം അനുഭവത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ മരണം അനുഭവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബാപ്റ്റിസത്തിന്റെ സമയത്ത് എനിക്കിതൊന്നും അറിയാനല്ല, ഇതൊന്നും അറിയത്തില്ല. ഞാൻ 96 സ്നാനപ്പെടുമ്പോൾ എനിക്ക് ആകെ ഒരു കാര്യം അറിയാമായിരുന്നു, സ്നാനപ്പെടണം. എന്നെ സ്നാനപ്പെടുത്തിയാൽ രക്ഷിക്കപ്പെടണം എനിക്കറിയാം. ഇപ്പോഴും ആ സഭയുടെ പോക്ക് ഇന്നത്തെ പോക്ക് വെച്ച് പാസ്റ്റ് ഇന്ന് പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവരാരും രക്ഷയുണ്ടാകുന്ന പോലും അറിയാം. ഇപ്പൊ ഇത് കേൾക്കുമായിരിക്കും അറിയില്ല, എന്നെ സ്നാനപ്പെടുത്തി തരാൻ അവർക്ക് അറിയാതെ കേട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ക്രിസ്തു എന്നൊരു ശബ്ദം പോലും അവർക്ക് നാവുകളില്ല. അപ്പം ആ സ്നാനത്തിനകത്ത് സ്നാനം നടത്തിയ ആൾ ഞാൻ എന്തോരം അറിയാമായിരുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ വീണ്ടും ജനിച്ചായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഏറ്റവും കുറഞ്ഞ യേശുക്രിസ്തുവിന്റെ പാപങ്ങളൊക്കെ മരിച്ചു എന്ന് എനിക്കറിയാം. സ്നാനപ്പെടണമെന്ന് അറിയാമായിരുന്നു. ഇത്രയേ ഉള്ളൂ ഒരു സ്നാനത്തിന് എസെൻഷ്യൽ റിക്വസൈറ്റ് എന്ന് പറഞ്ഞാൽ. വേറൊരു ഫാക്ടറും ഇതിനകത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാപ്റ്റിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഒരു ദിവസം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, അയ്യോ ഞാൻ നേരത്തെ സ്നാനപ്പെടായിരുന്നു, ഇപ്പൊ സ്നാനപ്പെട്ടാൽ മതിയായിരുന്നു, ഇത് മനസ്സിലാകാതെ നമ്മൾ ഞാൻ അതിനേക്കാളും കഷ്ടപ്പെട്ടു, എനിക്ക് ഒന്നും അറിയാൻ വേണ്ട. അപ്പോൾ ഒന്നും അറിയാൻ വേണ്ടിയാണ് ഞാൻ സ്നാനപ്പെട്ടത്. അപ്പൊ എല്ലാവരും സ്നാനപ്പെടുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് പഠിക്കണം നിർബന്ധമില്ല, എന്നാൽ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഓക്കെ, കാരണം ഇതൊന്നും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ഇതൊക്കെ ആര് ചെയ്യുന്ന പ്രവൃത്തിയാണ്? നമ്മുടെ അകത്തുള്ള എല്ലാ ട്രാൻസ്ഫോർമേഷനും ദൈവം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക രീതിയിൽ സ്നാനപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഓക്കെ, ഇനി ഈ you were buried with him in baptism in which you were also raised with him through the faith in the working of God who raised him from the dead. അപ്പം നമ്മൾ അവനോടുകൂടെ കബറടക്കപ്പെടുകയും മരിക്കുകയും ക്ലോസ് ചെയ്തു. നമ്മുടെ ലൈഫ് തീർന്നു, നമ്മുടെ പഴയ ലൈഫ് അസ്തമിച്ചു, ഇനി അതില്ല. ഇത് നമ്മൾ പറയുന്നത് കാഴ്ചയിലല്ല, വിശ്വാസത്തിലാണ്. വിശ്വാസത്തിലാണ് പറയുന്നത്, ഇനി ഞാൻ പഴയ അതില്ല. ആ ഫെയ്ത്ത് ആണ് ഈ നമ്മളെ സ്നാനത്തിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുകയിൽ നിന്നും പലയിടത്തും ബൈബിളിൽ കാണാം. പക്ഷെ നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഓർക്കുന്നത് കർത്താവിന്റെ രക്തം എന്റെ പാപങ്ങളെ കഴുകിയത് തന്നെയാണ്. അതായത് ഈ വെള്ളം എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്യൂരിഫിക്കേഷനെ കൂടെ കാണിക്കുന്നതാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ ക്ഷമിക്കപ്പെട്ടു. പക്ഷെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് നിന്റെ രക്തം 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പാപങ്ങളുടെ മോചനത്തിനായി അർപ്പിക്കപ്പെട്ടു, അതിനാൽ എന്നെ ശുദ്ധനാക്കിയ നിനക്ക് സ്തോത്രം എന്ന് എന്റെ വായിന്ന് വരുമ്പോൾ ആ വെള്ളം എനിക്കൊരു വാട്ടർ ഓഫ് റീജനറേഷൻ പോലെയാണ്. അതുകൊണ്ടല്ല നമ്മൾ ക്ലീൻ ആകുന്നത്, പക്ഷെ ആ ഒരു വാഷിങ്ങിന്റെ ഒരു മെമ്മറി. ഇപ്പൊ നമ്മൾ അപ്പം മുറുക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിന്റെ മരണം ഓർക്കുന്ന പോലെ തന്നെയാണ് ഈ വാഷിംഗ് എന്ന് പറയുന്നത് എന്റെ പാപങ്ങൾ എല്ലാം ക്ഷമിച്ച കർത്താവിനെയും കൂടെ ഓർക്കുകയാണ് നമ്മൾ ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തിത്തോസിന്റെ 3:5 പറയുന്ന വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്ന് പറയുന്ന വാക്കും, അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിൽ 21:16 അനന്യാസ് പറയുന്ന ഒരു വാക്യം, പൗലോസ് കോട്ട് ചെയ്യുന്ന ഒരു വാക്യമാണ്, റൈസ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ആൻഡ് വാഷ് അവേ യുവർ സിൻസ് കോളിംഗ് ഓൺ ഹിസ് നെയിം. നീ എഴുന്നേറ്റ് പോയി സ്നാനപ്പെട്ട് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അപ്പം വെള്ളത്തിൽ മുങ്ങുന്നോണ്ടല്ല പാപങ്ങൾ കഴുകിക്കളയുന്നത്, പിന്നെ എന്തുകൊണ്ടാണ്? അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ്. ഓക്കെ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നതിന്റെ ഒരു സിമ്പലായിട്ടും കൂടെയാണ് നമ്മൾ ഈ വെള്ളത്തിന് വേണ്ടിക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഒരു കാര്യം ഓർക്കണം, ഈ വെള്ളത്തിന് യാതൊരു തെറാപ്യൂട്ടിക് പവറും ഇല്ല. വെള്ളം കൊണ്ട് നമ്മുടെ പാപം കഴുകുന്നില്ല. പാപം കഴുകുന്ന യേശുവിന്റെ രക്തമാണ്, അവന്റെ വീണ്ടെടുപ്പാണ്. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. പക്ഷെ നമ്മൾ വെള്ളത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു പ്യൂരിഫിക്കേഷന്റെ സിംബോളിസം കൂടെ ആയിട്ടാണ്. അതുകൊണ്ടാണ് പാപമോചനമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പലപ്പോഴും ഈ സ്നാനത്തെ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമുണ്ട്. അതേ സമയത്ത് തന്നെ സ്നാനം ശരിക്കും സൂചിപ്പിക്കുന്ന നമ്മൾ റോമാലേഖനത്തിൽ കണ്ടതുപോലെ കൊളോസി ലേഖനം 2:11-12 വാക്യങ്ങളിൽ കാണുന്ന പോലെ അതുകൊണ്ട് വായിക്കാം. കൊളോസി ലേഖനം 2:11-12. അവൻ പരിപൂർണനായിരിക്കുന്നു, അവനിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജനശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനോടുകൂടെ നിങ്ങൾ അടക്കപ്പെട്ടു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ മരണ പുനരുത്ഥാനങ്ങളെ ഓർക്കുന്നതാണ്. ഇനി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ലൈഫ് മുഴുവൻ അതാണ്. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, യേശുക്രിസ്തു മരിച്ചു,
നമ്മുടെ പാവങ്ങൾ പരിഹരിക്കാൻ വേണ്ടി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, പുനരുത്ഥാനം. ഇത്രേ ഉള്ളൂ ബൈബിൾ മുഴുവൻ അടങ്ങിയിരിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇത്രയും പറഞ്ഞാൽ മതി, ഞാൻ അവനോട് മരിച്ചു, ഞാൻ അവനോട് അടക്കപ്പെട്ടു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് തന്നെയാണ് അപ്പം നോക്കുമ്പോൾ നമ്മൾ പറയുന്നത്, അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇത് തന്നെയാണ് ജീവിതത്തിൽ മുഴുവൻ നമ്മൾ പറയുന്നത്, ഞാനല്ല ക്രിസ്തുവിനെ ജീവിക്കുന്നത്. ഇത് തന്നെയാണ് സ്നാനത്തിൽ സംഭവിക്കുന്നത്. ക്രിസ്ത്യൻ ലൈഫ് മുഴുവൻ ഈ മൂന്ന് കാര്യങ്ങളാണ്. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ മീ, ബറീഡ് ഫോർ മീ, റോസ് അപ്പ് അഗെയിൻ ഫോർ മീ. ഇത് ആണ് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം നമ്മുടെ ജീവിതകാലം മുഴുവൻ. അപ്പോഴും കണ്ണാടി നോക്കുമ്പോൾ, ജലത്തിൽ നോക്കുമ്പോൾ നമ്മൾ വലിയ വ്യത്യാസമുള്ളവരായൊന്നും കാണുകയില്ല. പക്ഷെ വിശ്വാസത്തിൽ നമ്മൾ എപ്പോഴും ക്രിസ്തുവിനെ ധരിക്കുവാൻ, ആ ക്രിസ്തുവിന്റെ ജീവൻ ധരിക്കുവാൻ നമ്മൾ എപ്പോഴും ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ആ ഉത്സാഹം ദൈവം തരുന്നതാണ്. പക്ഷെ അതിനുവേണ്ടിയാണ് ഈ വചനവും പ്രബോധനവും സൃഷ്ടികളും എല്ലാം നടക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളെ ഇത് പ്രബോധിപ്പിക്കുമ്പോൾ ഓൾറെഡി സ്ഥാനപ്പെട്ടവരായാലും ആ വിശ്വാസത്താൽ ക്രിസ്തുവിനെ ധരിക്കാൻ, ഓരോ സമയത്തും വിശ്വാസത്താൽ ക്രിസ്തുവിനെ ധരിക്കാൻ, ആ പുതിയ സൃഷ്ടിയായി ഓരോ സമയത്തും റിന്യൂ ചെയ്യപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇനി ആരാണ് സ്ഥാനപ്പെടേണ്ടത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സഭകൾ വിശ്വസിക്കുന്നവർ വചനം കൈക്കൊണ്ടവർ ആണ് സ്നാനമേൽക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം വിശ്വാസം കൂടാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാപമാണ്. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ സ്നാനപ്പെടുത്താൻ കൊണ്ടുപോകുമ്പോൾ ആ കൊച്ചിനെ നമ്മൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയനാക്കണം. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തെറ്റായിരിക്കും. കാരണം ആ കൊച്ചിന് വിശ്വാസം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് അപ്പനമ്മ വിശ്വസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിൽ തെളിച്ചിട്ട് അവൻ ക്രിസ്ത്യാനിയായി പ്രഖ്യാപിക്കുന്നത് ദാറ്റ് ഇസ് അൺബിബ്ലിക്കൽ ആൻഡ് അൺഎത്തിക്കൽ. പണ്ട് മദർ തെരേസയുടെ കാര്യം പറയുമ്പോൾ, മദർ തെരേസയെ കുറിച്ച് അന്ന് BJP-ക്കാര് വിശ്വ പരിഷത്ത് ആരോ ഒരു ഒബ്ജക്ഷൻ ചെയ്തതെന്നറിയാം. അവർ മതപരിവർത്തനം നടത്തുമായിരുന്നു. മദർ തെരേസയ്ക്ക് അതിനകത്തൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ പറയുന്ന മതപരിവർത്തനം എങ്ങനെ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോധം കെട്ട് കിടക്കുന്ന ആൾക്കാരുടെ തലയില്, കേൾക്കണം, ശ്രദ്ധിക്കണം, എങ്ങനെ മതപരിവർത്തനം നടത്തിയെന്ന്. ബോധം കെട്ട് കിടന്ന് മരണാസന്നരായി കിടക്കുന്ന രോഗികളുടെ തലയില് അവർ ബാപ്റ്റിസ്മൽ വെള്ളം തളിച്ച് ഇവരെല്ലാം ക്രിസ്ത്യാനികളായി. ആലോചിച്ച് നോക്കി. കംപ്ലൈന്റ് മദർ തെരേസയ്ക്ക് എതിരെയുള്ള കംപ്ലൈന്റ് ആണ്. ഈ വെള്ളം തളിക്കുന്നതിലൂടെ അവർ വിചാരിച്ചത് എന്താ പറയുന്നത്, അവർ ക്രിസ്ത്യാനിയായി. അങ്ങനെ ഒരിക്കലും ആക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഈ നമ്മുടെ പെന്തക്കോസ്ത് ദിവസം നടന്ന പ്രസംഗത്തിൽ പൗലോസ് പറഞ്ഞ 2:41 പറയുന്നത്, ആരൊക്കെയാണോ വചനം കൈക്കൊണ്ടത് അവരെല്ലാവരും, പൗലോസ് പറയുന്നതല്ല, പത്രോസ് പറയുന്നതല്ല, നമ്മൾ വായിക്കുന്നതാണ്, ആരൊക്കെ വചനം കൈക്കൊണ്ടവരല്ല സ്നാനമേറ്റു. അപ്പൊ വിശ്വാസം കൂടാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്താണ്? പാപമാണ്. അപ്പൊ നമുക്ക് സ്നാനപ്പെടുമ്പോൾ നമുക്ക് എന്ത് വേണം? ഫെയ്ത്ത് വേണം. എന്ത് ഫെയ്ത്ത് വേണം? ഞാനല്ല. ഓക്കെ, എനിക്ക് ആ ഫെയ്ത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷെ രക്ഷാകരമായ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. ബേസിക്കലി അത്രയെങ്കിലും നമുക്ക് ഉണ്ടാകണം സ്നാനപ്പെടുന്ന സമയത്ത്. ഇപ്പൊ നമ്മളിവിടെ ചർച്ചയിൽ ഇത്ര ഉപദേശം കേട്ടതുകൊണ്ട് യു മേ നോ ബെറ്റർ. നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വർഷം തീർച്ചയായിട്ടും എന്തോ, ഞാനല്ല ഇത് ജീവിക്കുന്നത്, ക്രിസ്തു എത്രയാണ്. അപ്പോൾ those who received his word, അവന്റെ വചനം കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തികൾ 8:12 ഈ ഷണ്ണനോട് സംസാരിക്കുമ്പോൾ 8:12 വായിക്കാം. ഷണ്ണനോട് കഥയല്ല, 8:12 വായിക്കാം. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനായി അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. വിശ്വസിച്ചപ്പോൾ. അപ്പൊ എപ്പോഴാണ് സ്നാനമേറ്റത്? വിശ്വസിച്ചപ്പോൾ. അപ്പൊ വിശ്വാസം കൂടാതെ, നമ്മൾ അറിയാതെ, നമുക്കൊരു ബോധവുമില്ലാത്തപ്പോൾ നമ്മുടെ തലയിൽ വെള്ളം വീണു എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. ഓക്കെ, ശരിയല്ലേ? നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. കാരണം വിശ്വാസമില്ലാതെ, പരിജ്ഞാനമില്ലാതെ, ഒന്നും മനസ്സിലാകാതെ നമ്മുടെ മേൽ തളിക്കുന്ന വെള്ളം വെറും H2O ആണ്. H2O എന്ന് പറഞ്ഞാൽ അറിയാലോ, 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേരുന്ന വെള്ളം. അത്രയേ ഉള്ളൂ. കുടിക്കാനും കഴുകാനും ഉപയോഗിക്കാവുന്ന വെള്ളം നമ്മുടെ തലയിൽ വീഴുമെന്ന് വിചാരിച്ച് യാതൊന്നും സംഭവിക്കുന്നില്ല. തന്നെയല്ല, വേറൊരാൾ അവിടെ നിന്ന് പ്രോക്സി ആയിട്ടാണ് ഈ ഏറ്റു പറയുന്നത്. എന്റെ മാമോദിസ പേര് ചാക്കോ എന്നാണ്. പിന്നെ അങ്ങനെ വിളിക്കില്ല. അപ്പൊ അതെന്റെ വല്യപ്പന്റെ പേരാണ്. വല്യപ്പനൊന്നും മാനസാന്തരപ്പെട്ട ആളൊന്നും അല്ലായിരുന്നു. ആ പുള്ളിയുടെ പേരാണ് എനിക്ക് തന്നത്. എന്നിട്ട് എന്റെ അമ്മയുടെ അപ്പനാണെന്ന് തോന്നുന്നു എന്റെ തലയ്ക്ക് വെച്ചിട്ട്, തലയ്ക്ക് ആണല്ലോ ചെയ്യുന്നത്, എന്റെ തലതൊട്ടപ്പ് ചാക്കോ ആകുന്ന ഞാനൊരു ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പൊ വേറൊരാള് കള്ളം പറയുന്നത്, ചാക്കോ ആകുന്ന ഞാൻ, സാത്താനെ
ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു. ഇതൊന്നും അറിയാതെ ഞാൻ വെള്ളം വീണതിന്റെ വിഷമത്തില്. ഇത് എവിടെയാണ് ബൈബിളിൽ ഇങ്ങനെ ഒരു കാഴ്ച? ഇത് നമ്മൾ മതം ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, കല്യാണമൊക്കെ ഇങ്ങനെ നടത്തുന്നത് ഇന്നാരാകുന്ന ഞാൻ ഇയാളെ വിവാഹം കഴിക്കുന്ന പറഞ്ഞ് വേറെ രണ്ടുപേര് കിട്ടിയാൽ മതിയോ? ചെറുക്കനും പെണ്ണിന് ലീവില്ല, എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇന്നാരാകുന്ന ഞാൻ പ്രോക്സി, അയാൾ ഇവിടെ ഇല്ല, അവളും ഇല്ല. ഇതുപോലത്തെ ഒരു പരിപാടിയാണ് എന്ത് ഈ ശിശുസ്നാനം എന്ന് പറയുന്നത്. ഞാൻ ഇത് ശരിക്കും കളിയാക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ശിശുസ്നാനം, കാരണം ഒരു വിവരമില്ലായ്മ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഉപദേശം നഷ്ടപ്പെട്ടു പോയപ്പോൾ സംഭവിച്ചതാണ്. ഈ മാമോദിസയാണ് രക്ഷ എന്നുള്ളൊരു തത്വം വന്നപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ മാമോദിസ ഇല്ലാതെ നശിച്ചു പോയല്ല നരകത്തിൽ പോയില്ലേ എന്നൊരു തിങ്കിങ് വന്നു. അന്നത്തെ കാലത്ത് ഈ രോഗങ്ങൾ വരുമ്പോൾ വൻതോതിൽ ആൾക്കാർ മരിച്ചു പോയത്. കുഞ്ഞു പിള്ളേരൊക്കെ മരിച്ചു പോകുമ്പോൾ മാമോദിസ വെള്ളം വീഴുന്നതിന് മുമ്പ് മരിച്ചു പോയി നരകത്തിൽ പോകുന്ന പേടിച്ചിട്ടാണ് ഇവരെല്ലാം ചെറുപ്പത്തിലെ സ്നാനപ്പെടുത്താൻ തീരുമാനിച്ചത്. അപ്പൊ ആ ഒരു ഭയത്തിൽ നിന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ രക്ഷിക്കപ്പെടുന്നതും സ്വർഗത്തിൽ പോകുന്നതും ഒന്നും നമ്മൾ സ്നാനപ്പെടുന്നതുകൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു പ്രവൃത്തി ചെയ്തില്ലെങ്കിലും അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്ന ദൈവമാണ്. അതിന് ഒരു വെള്ളം തളിച്ചുകൊണ്ട് അവരുടെ ഗതിയിൽ ഒരു മാറ്റവും വരുത്താൻ ഒരിക്കലും സാധിക്കില്ല. ഓക്കെ, മനുഷ്യർ അതിനിടയിൽ നിന്ന് വെള്ളം തെളിച്ചെന്ന് വിചാരിച്ച് അവരെ രക്ഷിക്കാനോ കർത്താവിന്റെ അടുത്ത് കൊണ്ടുപോകാനോ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ പുതിയ നിയമത്തിലുള്ള എല്ലായിടത്തും കൊർന്നേലിയോസിന്റെ സ്ഥലത്ത് വരുമ്പോൾ പരിശുദ്ധാത്മ അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തു. അപ്പം പത്രോസിനോട് പറയുകയാണ്, ഇനി ഇവർക്ക് വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? കാരണം ഇവർക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? ദേ ആർ റീജനറേറ്റഡ്, അവർ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. ഇത് നമ്മളോട് അങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോടും പറയുന്നത്. നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കെ ഇനി വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അപ്പൊ ആരെയാണ് സ്നാനപ്പെടുത്തണമെന്ന് ഷുവറായിട്ടും പറഞ്ഞിരിക്കുന്ന ആരെയാണ്? വചനം കൈക്കൊണ്ടവർ, വീണ്ടും ജനിച്ചവർ, അല്ലെ, വിശ്വസിക്കുന്നവർ. ഇവർക്ക് മാത്രമേ സ്നാനപ്പെടാനുള്ള അധികാരമുള്ളൂ. കുറെ കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ പിള്ളേർ, ഈ പെന്തക്കോസ്തുകാർക്ക് ആ കുഴപ്പമുണ്ട്, വിശ്വാസികൾക്കും അവർക്ക് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താത്തതുകൊണ്ട് ഭയങ്കര പെയിൻ ഉള്ളിൽ കിടപ്പുണ്ട്. കാരണം അവർക്ക് രക്ഷയുടെ ഉറപ്പിന്നില്ല. അതുകൊണ്ട് ഈ സ്നാനപ്പെടുത്തിയില്ലല്ലോ എന്നുള്ള വിഷമത്തില് ഇവർ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചിട്ടുണ്ട്. ശിശു പ്രതിഷ്ഠ, ശിശുക്കളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം അവിടെ. പക്ഷെ ഒരു കാര്യമുള്ളൂ, ശിശുക്കളെ സഭയിൽ കൊണ്ടുവന്ന് കർത്താവെ ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നതിനായിട്ട് സ്തോത്രം, ഒരു പുതിയ ആളെ സഭയിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ശിശുവിനെ ദൈവത്തിനായി പ്രതിഷ്ഠിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ ശിശുസ്നാനത്തിന്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷനാണ് ശിശു പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു വേവലാതിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷകളെല്ലാം ഉണ്ടാകുന്നത്. ദൈവത്തെ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ഒരു കുഞ്ഞിനെയും എന്ത് ചെയ്തിട്ടില്ല, ഈ ചൈൽഡ് ഡെഡിക്കേഷൻ ഒന്നും നടത്തിയിട്ടില്ല, ഒരു പരിപാടി നടത്തിയിട്ടില്ല. ഞങ്ങൾ വീട്ട് പെരകേറിക്കൂടുന്ന ഒരു പരിപാടി നടത്തിയിട്ടില്ല. സ്വന്തമായിട്ട് വീടില്ല എങ്കിൽ പോലും ഞങ്ങൾ ഈ വാടക വീട്ടിലോട്ട് കയറുന്നു, കർത്താവെ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് കയറുന്നതല്ലാതെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിച്ചേക്കാം, ഒന്ന് വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം ഒന്നും ചിന്തിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എല്ലായിടത്തും ഒരുപോലെയാണ്. ഇവിടെ ഇരുന്നാലും, ആ വീട്ടിൽ ഇരുന്നാലും, വണ്ടിയെ പോയാലും, നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നാലും ദൈവത്തിന് ഒരു മാറ്റവും ഇല്ല. നമുക്കാണ് മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ കൂതാശകൾ നമ്മുടെ ഇടയിൽ ഇപ്പൊ ഉണ്ടായി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ 2000 വർഷമായ കത്തോലിക്ക സഭയിൽ ഇത് ഉണ്ടായി വന്നതിനകത്ത് എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ? ഒരു അത്ഭുതവും ഇല്ല. കാരണം മനുഷ്യൻ ഇങ്ങനെയാണ്, മനുഷ്യന് കൂതാശകൾ ഇല്ലാതെ നിവൃത്തിയില്ല. ഇപ്പം ഞാനൊരു പാസ്റ്ററായിട്ട് നിങ്ങൾ നല്ല വ്യത്യസ്തനായിരിക്കണമെങ്കിൽ എന്ത് വേണം? കുറെ കൂതാശകൾ ഞാൻ ചെയ്യണം. അതിന് നിങ്ങൾ ഞാൻ തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ പതുക്കെ പതുക്കെ ക്ലർജിയും വിശ്വാസികളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ശിശുപ്രതിഷ്ഠയും ഭവനപ്രതിഷ്ഠയും അതുപോലെ എന്താ പറയുന്നത് കർമാചാര നിബദ്ധമായ കർത്തൃമേശയും ആഘോഷപരമായ സ്നാനങ്ങളൊക്കെ നടന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലർജിയും വിശ്വാസികളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അധികാരം സ്ഥാപിക്കാൻ വേണ്ടി. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു. വിവാഹമൊക്കെ കഴിക്കുമ്പോൾ ബറിയൽ സർവീസ് ഒക്കെ അവർ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയെടുക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന 5-6 പേര് അവരെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും അതിനുവേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും അല്ല പ്രശ്നം. അതിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് ആണ് പ്രധാന കാര്യം. അപ്പൊ ആരാണ് സ്നാനപ്പെടണം എന്നുള്ള കാര്യത്തിൽ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്നാനത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? പാപങ്ങളുടെ മോചനം. ഓക്കെ, ആ പാപങ്ങളുടെ മോചനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നത് സംഭവിക്കുമോ? അപ്പൊ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ ആർക്കെ സാധിക്കുള്ളൂ? അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ, പ്രായമാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ സ്നാനത്തിന്റെ വേറൊരു അർത്ഥം നമ്മൾ പറഞ്ഞ എന്താണ്? യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുക. ഒരു കുഞ്ഞിന് ഒരിക്കലും യേശുക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്നോ, ഓക്കെ, ഈ വെള്ളം തെളിക്കുന്ന എന്തിനാന്ന് മാത്രമാണ് അവന് മനസ്സിലാവുന്നത്.
അവനൊന്നും മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല മനസ്സിലാകുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. ആ സ്നാനത്തിന്റെ അർത്ഥം തന്നെ നമ്മോട് പറയുന്നത് എന്താണ്? ആ കുഞ്ഞായിട്ടില്ല, അവൻ മനസ്സിലായിട്ടില്ല, ഗൗരവമേറിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആ കുഞ്ഞ് ആയിട്ടില്ല എന്നാണ്. ഓക്കെ. പിന്നെ പലരും പറയുന്നത് കൊർന്നേലിയോസ് ഒരു കുടുംബവും സ്നാനപ്പെട്ടു. അപ്പൊ കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമോ? തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളിലേക്ക്. ഇപ്പൊ ഞാനും കുടുംബവും സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ പിള്ളേരെല്ലാം മുതിർന്ന പിള്ളേരാണ്. അത് കുഞ്ഞുങ്ങളുണ്ടാകുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ വളരെ വളരെ അപൂർവമാണ്. അത് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നോക്കിക്കേ, നമ്മുടെ കുടുംബങ്ങളിൽ മിക്കവാറും എടുത്തും കുഞ്ഞുങ്ങളൊക്കെ ഒരുവിധം മുതിർന്നവരാണ്. ഈ 2 കുഞ്ഞുങ്ങളുടെ ഇരിപ്പുണ്ട്, ഓക്കെ, അവരും ഇത്തിരി മുതിർന്നു, ഓക്കെ. പക്ഷെ ഒരു കുടുംബം മുഴുവൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞതിന്റെ അർത്ഥം അവിടുത്തെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും സ്നാനപ്പെട്ടു എന്നല്ല. ഓക്കെ. ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ല. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നു പറയുമ്പോൾ അവിടെ ഉണ്ടായി കിടക്കുന്ന 1 മാസം പ്രായമായ കുഞ്ഞ് ദൈവത്തെ സേവിക്കാൻ പോകണം അല്ല. വെൻ ദേ ഗ്രോ അപ്പ്, അവർ വളർന്നു വരുമ്പോൾ അവരും സേവിക്കുന്നതിന്റെ അർത്ഥം അല്ലേ? ഇങ്ങനെയല്ലേ? അതെന്ത് തോന്നുന്നുണ്ടോ? ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. അപ്പൊ 4 മാസം പ്രായമായ കൊച്ചു അവിടെ കിടന്നത് ഹല്ലേലൂയ എന്ന് പറയൂ? ഇല്ല. പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ കുടുംബത്തിന് ഇതാണ് വിശ്വാസം, ഇനി അവൻ വളർന്നു വരുമ്പോൾ അവന് ഇത് തുറന്നു പോരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവൻ വിശ്വാസത്തിൽ വിളിക്കണമെങ്കിൽ അവന് പ്രായമാണ്, അവന് സെൻസ് ഉണ്ടാകണം. ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ സർക്കംസിഷനെ പോലെയാണ് സ്നാനം എന്നാണ് മിക്കവാറും CSIക്കാരൊക്കെ പറയുന്നത്. മർത്തോമക്കാർ CSIക്കാരും പറയുന്നത് പഴയ നിയമത്തിലെ സർക്കംസിഷൻ പോലെയാണ് സ്നാനം എന്നാണ്. ഓക്കെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സർക്കംസിഷൻ കുഞ്ഞുങ്ങൾക്കും ചെയ്യുമായിരുന്നു എന്നാണ് അവരുടെ ഒരു ആർഗ്യുമെന്റ്. പക്ഷെ ഒരു കാര്യമുള്ളത്, നമ്മുടെ സർക്കംസിഷൻ എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് നടക്കുന്നത്. പഴയ നിയമത്തിലെ സർക്കംസിഷന്റെ പ്രതീകമല്ല പുതിയ നിയമത്തിലെ സ്നാനം. ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നതാണ് പുതിയ നിയമത്തിലെ സർക്കംസിഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? പഴയ നിയമത്തിലെ സർക്കംസിഷൻ അല്ല പുതിയ നിയമത്തിലെ സർക്കംസിഷൻ. പുതിയ നിയമത്തിലെ സ്നാനം എന്ന് പറയുന്നത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞാൽ മാത്രം സംഭവിക്കുന്നതാണ്. അപ്പൊ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്ന എപ്പോഴാണ്? 1-ാം മാസത്തിൽ 2-ാം മാസത്തിലാണോ? അല്ല, ആ വിശ്വാസം സ്വീകരിക്കുമ്പോഴാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഴയ നിയമത്തിലെ സർക്കംസിഷൻ പുതിയ നിയമത്തിലെ സർക്കംസിഷന്റെ ഒരു നിഴലാണ്. പുതിയ നിയമത്തിലെ സർക്കംസിഷൻ എന്താണ്? പരിച്ഛേദന എന്താണ്? യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്ന സ്പിരിച്വൽ സർക്കംസിഷനാണ്. ഓക്കെ. അപ്പൊ സ്നാനം എന്ന് പറയുന്നത്, പുതിയ നിയമത്തിലെ സ്നാനം എന്ന് പറയുന്നത് ഫിസിക്കൽ അല്ല, അത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കംസിഷനെയാണെന്ന് കാണിക്കുന്നത് നമ്മുടെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളയപ്പെടുന്ന വിശ്വാസത്താൽ പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആ ഒരു സർക്കംസിഷനെയാണ് എന്ത് കാണിക്കുന്നത്? ഈ സ്നാനം നമുക്ക് കാണിച്ചു തരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരു ഫിസിക്കൽ നേഷനായിരുന്നു, ഒരു ആക്ഷരിക രാജ്യമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തില് ആക്ഷരികമായ രാജ്യത്തിലേക്കല്ല നമ്മൾ ചെയ്യുന്നത്, ആത്മീകമായ ദൈവത്തിന്റെ രാജ്യത്തിലേക്കാണ്. അപ്പം പഴയ നിയമത്തിൽ ഫിസിക്കൽ സർക്കംസിഷനും പുതിയ നിയമത്തിൽ സ്പിരിച്വൽ സർക്കംസിഷനുമാണ് ഉള്ളത്. അതുകൊണ്ട് സ്നാനമല്ല സർക്കംസിഷൻ, സ്നാനം കാണിക്കുന്നത് ഒരു സർക്കംസിഷനെയാണ്. ഏത് പരിച്ഛേദനയാണ് സ്നാനം കാണിക്കുന്നത്? ആത്മീക പരിച്ഛേദനയാണ് ഈ സ്നാനം കാണിക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞ, മുറിച്ചു കളഞ്ഞ, ക്രൂശിൽ വെച്ച് തകർത്ത് കളഞ്ഞ ആ ഒരു പരിച്ഛേദനയാണ് ഈ സ്നാനം കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഈ സ്നാനം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇതാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് സ്നാനത്തിന്റെ ഒരു മെസ്സേജ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ മനസ്സിലായ കാര്യമായിരിക്കാം. കർത്താവ് ശിഷ്യന്മാരുടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു? അത് ചോദിക്കുന്ന ആരുടെ അറിയോ? ആരുടെ? യാക്കോബിനോട് യോഹന്നാനോട് ചോദിക്കും. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? അവര് പറഞ്ഞു, അവരുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, നീ മഹത്വത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ മക്കളിൽ ഒരാളെ, യാക്കോബിനെ യോഹന്നാനും ഓരോരുത്തരെ നിന്റെ അടുത്തും വലത്തുമായിട്ട് ഇരുത്തി കാണും. മഹത്വത്തിൽ വരുമ്പോൾ ഇവര് നല്ല തേജസ്സിൽ കർത്താവിനോട് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കണം. അതാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷെ നേരത്തെ പത്രോസ് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് സാത്താൻ എന്റെ പിന്നിൽ പോകുമെന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലേ? പത്രോസ് എന്താ പറഞ്ഞത്? നിനക്കിതൊന്നും ഒരിക്കലും ഭവിക്കരുത്. അപ്പൊ പത്രോസിനെ കർത്താവ് വഴക്ക് പറഞ്ഞു. പക്ഷെ യാക്കോബിനെ യോഹന്നാനെ കർത്താവ് വഴക്ക് പറഞ്ഞില്ല. കാരണം എന്താ? ഒട്ടും വഴക്ക് പറഞ്ഞില്ല. കാരണം അവര് നോക്കിക്കൊണ്ടിരുന്നത് ഈ ലോകത്തെ കുറിച്ചല്ല. അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തോ? കർത്താവ് മഹത്വത്തിൽ വരും, ആ മഹത്വം നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ആത്മാവ് ഉള്ളിലില്ലാത്തതുകൊണ്ട് അവിടെയും ലോകത്തിന്റെ മഹത്വമായിട്ട് മിക്സ് ചെയ്താണ് അവർ ചിന്തിച്ചത്. അതായത് കർത്താവ് വരുമ്പോൾ ഞങ്ങൾക്കൊരു സ്ഥാനം, ഈ സ്ഥാനം എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ലോകമാണ്. മഹത്വത്തിൽ വരും എന്ന് പറയുന്ന ആത്മാവ്. അപ്പൊ ആത്മാവ് ഉള്ളിലില്ലാത്തതുകൊണ്ട് അവർക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് വഴക്ക് പറഞ്ഞില്ല.
പത്രോസിനെ വഴക്ക് പറഞ്ഞു, ഇവര് വഴക്ക് പറഞ്ഞു. കർത്താവോട് ചോദിച്ചു, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാനും ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ കുടിക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. അവര് സാധിക്കുന്നു. അപ്പൊ കർത്താവ് തർക്കിച്ചൊന്നുമില്ല, നിങ്ങൾ അത് കുടിക്കും തന്നെ പറഞ്ഞു അല്ലേ. അതിനർത്ഥം എന്താണ്? യേശു കർത്താവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ സ്നാനത്തിൽ നമ്മോട് ചേർന്നതുപോലെ നമ്മൾ അവനോട് ചേരുക എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തു സ്നാനപ്പെടുമ്പോൾ എന്താ ചെയ്തത്? യേശുക്രിസ്തു എന്തിനാ സ്നാനപ്പെട്ടെ? യേശുക്രിസ്തു സ്നാനപ്പെട്ട എന്തിനാണെന്നറിയോ? എന്തിനാ? എല്ലാവരും പറയും നമുക്കൊരു മാതൃക കാണിച്ചു തരാൻ. അങ്ങനെ അല്ല, അങ്ങനെ ബൈബിൾ പറഞ്ഞിട്ടില്ല. കർത്താവ് യോഹന്നാൻ സ്നാനോട് പറയുന്നത് ഇങ്ങനെ നമുക്ക് സകല നീതി നിവർത്തിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ കർത്താവ് സ്നാനപ്പെട്ടത് നീതി നിവർത്തിക്കാൻ വേണ്ടി. ആർക്ക് വേണ്ടി? നമ്മളിൽ നീതി നിറവേറാൻ വേണ്ടിയാണ്. അപ്പൊ യേശുക്രിസ്തു സ്നാനപ്പെടുമ്പോൾ കർത്താവ് ആരോട് ചേർന്നു? നമ്മോട് ചേർന്നു. നമ്മുടെ ഒരു പ്രതിനിധിയായിട്ടാണ് യേശു സ്നാനപ്പെടുന്നത്. നമ്മുടെ ഒരു പ്രതിനിധിയായിട്ടാണ് യേശുവിടെ ആത്മാവിനെ സ്വീകരിക്കുന്നത്. പിന്നെ ജീവിക്കുന്ന മുഴുവൻ നമ്മുടെ പ്രതിനിധിയായിട്ടാണ്. പാപത്തെ ജയിക്കുന്നതും തോൽപ്പിക്കുന്നതും എല്ലാം നമ്മുടെ പ്രതിനിധിയായിട്ടാണ്. അപ്പൊ കർത്താവ് ആ സ്നാനത്തിലോട്ട് ചെന്ന് കയറുമ്പോൾ രക്ഷാകര പ്രവൃത്തി ആരംഭിക്കുകയാണ് അവിടെ ആ പോയിന്റിൽ. ഓക്കെ, അപ്പൊ നമ്മൾ സ്നാനപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശു സ്നാനപ്പെട്ട് നമ്മോട് ചേർന്നു, നമ്മൾ സ്നാനപ്പെട്ട് അവനോട് ചേരുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന്റെ പാനപാത്രം തന്നെയാണ് നമ്മുടെ പാനപാത്രം. പക്ഷെ അത് ക്രോധത്തിന്റെ പാനപാത്രമല്ല, അത് പുത്രത്വത്തിന്റെ അവകാശങ്ങളുടെ പാനപാത്രം. അതിൽ കഷ്ടങ്ങളുടെ പാനപാത്രമുണ്ട്. ഓക്കെ, പക്ഷെ ക്രോധത്തിന്റെ, ദൈവക്രോധത്തിന്റെ പാനപാത്രം അത് നമ്മുടെ യജമാനനും കർത്താവുമായ യേശു കർത്താവ് എന്നേക്കുമായിട്ട് കുടിച്ചു തീർത്തു. ഇനി അത് അവശേഷിക്കുന്നില്ല. ഓക്കെ, ദൈവത്തിന്റെ ക്രോധം മുഴുവൻ ആ ഒരു നിമിഷം പുത്രന്റെ മേലായി. ഓക്കെ, അപ്പോൾ നമുക്ക് അവന്റെ സ്നാനം ഏൽക്കുവാൻ എന്ന് പറഞ്ഞാൽ അവനോട് ചേരുവാൻ, അവൻ നടന്ന് അതേ വഴിയെ പോകാൻ, ഓക്കെ, ക്രിസ്തുവിനോടുള്ള ആ കൂട്ടായ്മയിൽ എന്നും വസിക്കാൻ. ഇപ്പം ഒരാൾ കല്യാണം കഴിച്ചിട്ട് വീട്ടിലോട്ട് വരുവാണ്, ഭർത്താവിനെ പോയി ഭാര്യയോട് ചോദിക്കാം, ഞാൻ കഴിക്കുന്ന ആഹാരം കഴിക്കാനും ഞാൻ താമസിക്കുന്ന വീട്ടിൽ താമസിക്കാനും നിനക്ക് സമ്മതമാണോ? അതെ സമ്മതമാണ്. എന്നാ പോരെ എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ്, ഞാൻ പോകുന്ന ഇതുകൊണ്ട വരാനും ഞാൻ അനുഭവിക്കുന്നതിൽ അനുഭവിക്കാനും എന്റെ സ്വന്തമായി ഇരിക്കാനും നിനക്ക് താല്പര്യമാണോ യാക്കോബേ, യോഹന്നാനെ? അതെ, എന്നാ പോരെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും ഇടത്തും മരത്തൊന്നും എനിക്ക് തരാൻ പറ്റിയില്ലെങ്കിലും അതൊക്കെ പിതാവ് അന്ന് തീരുമാനിക്കും. പക്ഷെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്താണ്? എന്റെ പാനപാത്രവും എന്റെ സ്നാനവും ഉറപ്പാണ്. അപ്പൊ കർത്താവിന്റെ സ്നാനവും കർത്താവിന്റെ പാനപാത്രവും നമുക്ക് ഉറപ്പും. ആ ജീവനുള്ള എല്ലാ അവകാശങ്ങളും നമ്മൾ അങ്ങോട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ, ക്രിസ്തുവിന്റെ ജീവൻ ഇവിടെ ജീവിക്കാൻ നമുക്ക് വേണ്ട എല്ലാ ആത്മീക നന്മകളും ഈ ആത്മാവ് നമുക്ക് തരുമെന്നുള്ളൊരു ഗ്യാരണ്ടി കൂടെ ഉണ്ട് ഈ സ്നാനത്തിനകത്ത്. അപ്പൊ നമ്മുടെ സ്നാനത്തിലുള്ള നമ്മുടെ എഫക്ട് എന്ന് പറയുന്നത് നമുക്ക് കർത്താവിന് മുന്നിൽ ജീവിക്കാൻ നല്ല മനസ്സാക്ഷി ലഭിക്കുന്നതിന് ഈ സ്നാനം ഉപയോഗപ്പെടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇറ്റ് ഇസ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ്. ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നത്. ഇനി എന്റെ പാനപാത്രമല്ല, കർത്താവിന്റെ പാനപാത്രമാണ് എന്റെ മുമ്പിലുള്ളത്. ഓക്കെ, എന്റെ സ്നാനമല്ല, അത് കർത്താവിന്റെ സ്നാനമാണ്. ഐ എം ജോയിനിങ് വിത്ത് ഹിം. ഇപ്പം നിങ്ങൾക്ക് എന്റെ കൂടെ ചേരണമെങ്കിൽ നിങ്ങൾ തോപ്പുംപടി വന്നാൽ, അല്ലെങ്കിൽ മല്ലപ്പള്ളി വന്നാൽ, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ. ഓക്കെ, കർത്താവിന്റെ കൂടെ ചേരാൻ ചില ആൾക്കാർ ഗലീലയിൽ പോയി, ഗന്നസരത്തിൽ പോയി, കപ്പർനഹൂമിൽ പോയി. പക്ഷെ അവിടെ ഒന്നും കർത്താവായിട്ട് ചേരാൻ പറ്റില്ല. കർത്താവായിട്ട് ചേരാൻ ആകെ ഒരു സ്ഥലം ഉണ്ടായിരുന്നത് എവിടെയാണ്? യേശുവിനോട് ചേരുക. സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനം. ഇപ്പൊ യേശുക്രിസ്തുവോട് ചേരാൻ ആകെ ഒരു സ്ഥലം മാത്രമുള്ളവരുടെ മരണം. ശരിയല്ലേ? അപ്പൊ മരണത്തിന്റെ ജംഗ്ഷനിൽ, ആ കാൽവരി ക്രൂശിൽ മാത്രമേ നമുക്ക് യേശുവിനോട് ഒരു പെർഫെക്റ്റ് യൂണിയൻ ഉണ്ടാവുള്ളൂ. ഇന്ന് ചർച്ചകളിൽ സംഭവിക്കുന്നത് ഞാൻ ഒരു ഗലീലിൽ പോയാണ് യേശുവിനെ കണ്ടുമുട്ടാൻ ശ്രമിക്കുന്നത്. ഗലീലിൽ എന്താ സംഭവിക്കുന്നത്? രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്താകുന്നു, 5 അപ്പം കൊണ്ട് 5000 പേര് കഴിക്കുന്നു. അവിടെ ഒന്നും കർത്താവിനോട് ചേരാൻ ഇവർക്ക് പറ്റുന്നില്ല. ചേരാൻ പറ്റുന്നത് ക്രിസ്തുവിന്റെ മരണത്തോട് മാത്രമാണ്. ആ മരണം എന്ന പോയിന്റിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവുമായി ചേരാൻ സാധിക്കത്തുള്ളൂ. ഒരിടത്തും ആ ക്രൂശിൽ മാത്രമേ മനുഷ്യന് കർത്താവിനോട്, ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്ന ഒരു ബന്ധം